പത്തിയൂർ പഞ്ചായത്ത് UDF കൺവെൻഷൻ നടത്തി. KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഇ സമീർ ഉദ്ഘാടനം ചെയ്തു. പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് UDF കൺവെൻഷൻ ഏവൂർ തെക്ക് NSS കരയോഗ മന്ദിരത്തിൽ നടന്നു. UDF ചെയർമാൻ ബിജു പത്തിയൂരിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗം KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഇ സമീർ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 10 കൊല്ലക്കാലം ഇവിടെ സൂചിപ്പിച്ചതുപോലെ വെള്ളക്കരം വർദ്ധിപ്പിച്ച്, വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ച്, വസ്തു നികുതി വർദ്ധിപ്പിച്ച്, കെട്ടിട നികുതി വർദ്ധിപ്പിച്ച്, വസ്തുവും വീടും വിലയ്ക്ക് വാങ്ങാൻ പോയാൽ അതിന്റെ രജിസ്ട്രേഷൻ ഫീസ് ഭീമാകാരമായി വർദ്ധിപ്പിച്ച് സമസ്ത മേഖലകളിലും നികുതി ഭാരം ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ച ഒരു ഗവൺമെന്റ്. വിലക്കയറ്റം കൊണ്ട്, നിത്യോപസാധനങ്ങളുടെ വിലക്കയറ്റം കൊണ്ട് സാധാരണക്കാരനും പാവപ്പെട്ടവനും ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം സൃഷ്ടിച്ച ഒരു ഗവൺമെന്റ്. ഈ ജനദ്രോഹ സർക്കാരിന് എതിരായിട്ടുള്ള വിധിയെഴുത്തിന് വേണ്ടിയിട്ട് കേരളക്കരെ ആകമാനം തയ്യാറെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. കേരളത്തെ ഒരു വശത്തുകൂടി മുഴുവൻ കൊള്ളയടിക്കുന്നു, മറുവശത്തുകൂടി ജനങ്ങളെ നികുതി ഭാരം കൊണ്ട് വീർപ്പുമുട്ടിക്കുന്നു. അവന്റെ കുടുംബ ബഡ്ജറ്റുകൾ തകർത്തെറിഞ്ഞിരിക്കുന്നു, അവനെ പട്ടിണിയിലേക്ക് വലിച്ചെറിഞ്ഞിരിക്കുന്നു. അവസാനത്തെ കൊള്ള എന്താണ്? ശബരിമല ധർമ്മശാസ്താവിന്റെ സന്നിധാനത്ത് നിന്നുള്ള കൊള്ളയാണ്. ദ്വാരപാലക ശില്പങ്ങളിൽ പൊതിഞ്ഞിരുന്ന, കട്ടിളപ്പടിയിൽ പൊതിഞ്ഞിരുന്ന സ്വർണം, കിലോ കണക്കിന് സ്വർണമാണ്, കോടാനുകോടി രൂപയുടെ സ്വർണം മോഷ്ടിച്ചു കൊണ്ടുപോയി. കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരായിട്ടുള്ള MLA ആയിരുന്ന പത്മകുമാർ, അതുപോലെ ദേവസ്വം പ്രസിഡന്റായിട്ടുള്ള ഇവരൊക്കെ, അയാളും ദേവസ്വം പ്രസിഡന്റായിരുന്നു, അതുപോലെ N വാസു അടക്കം ഈ നേതാക്കന്മാരൊക്കെ അകത്തായി. KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് KP ശ്രീകുമാർ, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ശ്രീജിത്ത് പത്തിയൂർ, AJ ഷാജഹാൻ, നോർത്ത് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് T സൈലാബ്ദീൻ, നിയോജക മണ്ഡലം UDF കൺവീനർ AM കബീർ, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് MG മോഹൻകുമാർ, വെസ്റ്റ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ശംഭു പ്രസാദ്, മറ്റ് നേതാക്കളായ രാജേന്ദ്രകുമാർ, തണ്ടാശ്ശേരിയിൽ വിജയൻ, ആമ്പക്കാട് സുരേഷ്, പത്മകുമാരി, മനോജ് ഗീവർഗീസ്, തോമസ് ഏവൂർ, ആദർശ് മഠത്തിൽ എന്നിവർ സംസാരിച്ചു. UDF പഞ്ചായത്ത് കൺവീനർ ശ്രീജിത്ത് ഏവൂർ സ്വാഗതവും പ്രമോദ് ഏവൂർ കൃതജ്ഞതയും പറഞ്ഞു. CDNet ന്യൂസ്, കായംകുളം.